പിന്നെ ചെയ്തത് 32 ആഴ്ചയിൽ ഒരു സ്കാനുമായിട്ട് ആ കുട്ടി വന്നപ്പോഴാണ് ഫ്ലൂയിഡ് കൂടുതലായിട്ട് കണ്ടത്. അപ്പൊ 20ാമത്തെ ആഴ്ചയിലെ അനോമലി സ്കാനിൽ ഈ വൈകല്യം മനസ്സിലായില്ലേ? ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അവര് ക്രോണോളജിസ്റ്റാണല്ലോ റിപ്പോർട്ട് തരുന്നത്. അപ്പൊ മെൻഷൻ ചെയ്തിട്ടില്ല. ആ സ്കാനിങ് ലാബിൽ സംഭവിച്ച പിഴവാണോ അത്? അങ്ങനെ ചോദിച്ചാൽ അവര് തന്ന റിപ്പോർട്ടില് അവര് എല്ലാം നോ മേജർ അനോമലീസ് എന്ന് എഴുതിയാണ് തന്നിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുണ്ട്. എല്ലാ ഓർഗൻസും നോക്കിയിട്ട് എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ ഡോക്ടറിന്റെ സംശയം, ആ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുക, ആ സ്കാനിങ്ങിന്റെ ബാക്കി റിപ്പോർട്ട് നമ്മൾ നോക്കുമോ? ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായില്ലേ? ഇല്ല, അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ഓ, ടാർഗറ്റഡ് അനോമലി സ്കാനിൽ അത്ര എഴുതിയിട്ടില്ലെങ്കിൽ മാഡം ഇത്ര അംഗവൈകല്യങ്ങൾ എങ്ങനെ വന്നു? ഇത്രയും വലിയ അംഗവൈകല്യങ്ങൾ എങ്ങനെ വന്നു മാഡം? ഇത്രയും അംഗവൈകല്യങ്ങൾ എങ്ങനെ വന്നു മാഡം? ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഇങ്ങനെ കൈയൊഴിയരുത്. അല്ലല്ല, അങ്ങനെ പറയരുത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഒരു അനീഷ് ഒരു നിമിഷം എനിക്കറിയാം അനീഷ് വൈകാരികമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്ക് ഷെർലി മാം ഉണ്ട്, നമുക്ക് ഷെർലി മാഡത്തോട് അത് ചോദിക്കാം. എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയണമല്ലോ. 20 വീക്സിൽ അനോമലി സ്കാൻ അവരുടെ കൈവശമുണ്ട്, ഡോക്ടർമാരുണ്ട്, അത് നോക്കാം. അതിനകത്ത് ശരി. അല്ല, പക്ഷെ ഇതേ സ്കാൻ റിപ്പോർട്ട് വണ്ടാനത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് അനീഷ് പറയുന്നത്. ഡോക്ടർ ഷെർലി, അതെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്കറിയത്തില്ല. കാരണം നമുക്കത് റിപ്പോർട്ട്, കാരണം ഞാനൊരു റേഡിയോളജിസ്റ്റ് അല്ല. അപ്പൊ റേഡിയോളജിസ്റ്റ് തന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ഞാനും ഇതിന്റെ ഒരു സംശയം. ഇപ്പൊ ഈ കുഞ്ഞിനുള്ള ഈ വൈകല്യങ്ങളെല്ലാം 5ാമത്തെ മാസത്തിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ കാണേണ്ടതല്ലേ ശരിക്കും? അതിലിപ്പോ അവര് പറഞ്ഞിരിക്കുന്ന വൈകല്യങ്ങൾ കൂടുതലും ഫേഷ്യൽ അനോമലീസ് ആണ്. അതായത് കണ്ണിന്റെ പൊസിഷൻ വേറെ, ചെവിയുടെ പൊസിഷൻ. ചോദ്യത്തിന് മറുപടി പറയാം മാഡം. അല്ല, ഒരു നിമിഷം അനീഷ്. ഡോക്ടർ ഷെർലി, അതായത് 20ാമത്തെ ആഴ്ചയിൽ നമ്മൾ നടത്തിയ അനോമലി സ്കാനിങ്ങിൽ ഇപ്പോൾ ഈ കുഞ്ഞിനുള്ള എല്ലാ വൈകല്യങ്ങളും യഥാർത്ഥത്തിൽ പ്രതിഫലിക്കേണ്ടതല്ലേ? കിട്ടേണ്ടതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് പറ്റിയില്ല? അല്ല, അത് റേഡിയോളജിസ്റ്റിനെ കൂടെ സാർ കണക്ട് ചെയ്യും. അതായത് നമ്മുടെ ലാബിലെ ഈ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഇല്ല. ശങ്കേഴ്സ് ലാബിൽ അവിടെ ഡോക്ടർ ഇല്ല. ഡോക്ടർ ഷെർലി ട്രെയിനി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഒരു നിമിഷം, ഡോക്ടർ ഷെർലി അല്ലേ അനീഷിനോട് ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? അല്ല, അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇവിടെ JSSK സ്കീമുണ്ട്. അതായത് ജനനി സുരക്ഷ, ശിശു സുരക്ഷ കെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് പ്രോസസ് ആണ്. അതനുസരിച്ച് JSSK സ്കീം ഹോസ്പിറ്റലിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അത് പ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ശങ്കേഴ്സിലാണ് വിടുന്നത്. അവർക്ക് ഫ്രീ സ്കാനാണ് കൊടുക്കുന്നത്. അപ്പൊ ആ സ്കാനിലാണ് നമ്മൾ ഈ കുട്ടിക്ക് സ്കാൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. സർക്കാരിന്റെ ഫ്രീ ആയതുകൊണ്ട്, സർക്കാരിന്റെ ഫ്രീ സ്കാനിങ് ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മതിയോ മാഡം? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാഡത്തിന് എന്തെങ്കിലും ഉത്തരം തരാനുണ്ടോ? അനീഷ്, എന്റെ ഒരു സംശയം, നമ്മൾ വണ്ടാനത്ത് പോയപ്പോ കൊടുത്തത് ഏതു മാസത്തെ സ്കാനിംഗ് റിപ്പോർട്ടാണ്? 5ാമത്തെ മാസത്തിലെയാണോ അതല്ല ഈ 30ാമത്തെ ആഴ്ചത്തിലാണോ? ഈ റിപ്പോർട്ടുകൾ, ഇതിനകത്ത് എല്ലാ റിപ്പോർട്ടും ഉണ്ട്. ഈ റിപ്പോർട്ടുകൾ ഫുള്ള് സുറുമിയെ വണ്ടാനത്തെ ഡോക്ടറിന്റെ കൂടെ അങ്ങ് കൊടുക്കുവാണ്. അവര് കൊടുത്ത് 20ാമത്തെ മിനിറ്റിൽ അനീഷ് സുറുമിയുടെ ഹസ്ബൻഡിനെ കാണണമെന്ന് പറയുകയും എന്നെ വിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്നോട് പറയുകയും ചെയ്തു, അനീഷ് WMCയിലെ ഡോക്ടർ എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം, കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടെന്ന് എന്നോട് ഷേർലി മാഡം പറയട്ടാ, ഇങ്ങനെ എല്ലാ സ്കാനും ഉണ്ട്. ഈ ഷെർലി മാം ഇങ്ങനെ വൈകല്യമുണ്ടെന്ന് ഒരു സ്കാനിംഗ് റിപ്പോർട്ടിലും മാഡത്തിന് ബോധ്യമായിരുന്നില്ലേ? ഈ ഫ്ലൂയിഡിന്റെ പ്രശ്നം മാത്രമാണോ ബോധ്യപ്പെട്ടിരുന്നത്? ഫ്ലൂയിഡ് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ അഡ്മിഷൻ എടുത്തു. 24th ഡേറ്റുള്ള കുട്ടിയെ ഞാൻ 30th തന്നെ അഡ്മിഷൻ ആക്കി. കാരണം വയർ ആയിരുന്നു. അവരെ ഇവിടെ കിടത്തി അവരെ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറവായത് കാരണം അത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. അനസ്തീഷ്യ കാണിച്ചു. അവർക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ സിസേറിയൻ വേണ്ടി വരും, നോർമൽ ഡെലിവറിക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരെ ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്. എന്നിട്ട് ഞാൻ ലീവായിരുന്നു. ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഈ കുട്ടിക്ക് ഡിസ്ട്രസ് വന്നു. പക്ഷെ അവൾ ഫുൾ സ്റ്റൊമക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് ഇവിടെ ചെയ്യാതെ റെഫർ ചെയ്തു.
അതാണ് സംഭവിച്ചത്. പിന്നെ അനോമലീസ് ഞങ്ങൾക്ക് സ്കാൻ ചെയ്ത് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതവരെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അനോമലി ഇല്ലാത്ത കുട്ടികളും ഫ്ലൂയിഡ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഡിലേ ചെയ്ത് എന്റെ സംശയം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് മാഡം. അപ്പം മാം റേഡിയോളജിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സ്കാൻ റിപ്പോർട്ട് കണ്ടാൽ ആ റിപ്പോർട്ടിലെ ഡോക്ടറുടെ റിപ്പോർട്ട് എഴുതിയത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സ്കാനിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഡോക്ടർക്ക് കഴിയില്ല. കഴിയില്ല. റേഡിയോളജിസ്റ്റ് മാത്രമേ അത് കിട്ടുള്ളൂ. എനിക്ക് നമുക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ നമ്മുടെ ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ അങ്ങനെ റേഡിയോളജിസ്റ്റ് ഇല്ലേ? ഇവിടെ ഇല്ല. അവിടെ സ്കാനിങ് മെഷീൻ ഉണ്ടോ മാം? സ്കാൻ മെഷീൻ ഇവിടെ ഇരിക്കുന്നതിൽ ഒരാൾ ഇടയ്ക്ക് വന്നായിരുന്നു, NHM ഫണ്ടിൽ വന്നു. പക്ഷെ അത് മെഷീന്റെ ക്വാളിറ്റി കുറവാണ്, അനോമലി ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുവദിക്കുന്നില്ല. ആ മെഷീൻ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല നമ്മളല്ലേ? നമുക്കിവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല. റേഡിയോളജിസ്റ്റ് ആ മെഷീൻ ഇവിടെ ഉണ്ട്. ആ മെഷീൻ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഇവിടെ അത്യാവശ്യം അതായത് കുഞ്ഞിന്റെ പ്രസന്റേഷൻ, ഹാർട്ട് ബീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ശരി, ഒരു കാര്യം കൂടി മാം, ഇതിനകത്ത് ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്. എനിക്കറിയാം മാഡത്തിന് തിരക്കുണ്ടെന്നറിയാം. ഒരു കാര്യം കൂടി, അനീഷ്, ഈ മിഡാസിൽ ക്ഷമിക്കണം ശങ്കേഴ്സിൽ നിങ്ങൾ പൈസ വല്ലതും കൊടുത്തിരുന്നോ? ശങ്കേഴ്സിൽ പൈസ കൊടുത്ത രേഖകളുണ്ട് സാർ എന്റെ കയ്യിൽ. നിങ്ങൾ കൊടുത്തോ അതോ സർക്കാർ കൊടുത്തോ? ശങ്കേഴ്സിൽ പൈസ കൊടുത്തതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. സർക്കാരല്ല, ഞാൻ കൊടുത്തത് എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴിയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ അത് സൗജന്യമായിട്ട് ചെയ്യേണ്ട സ്കാനിംഗ് ആയിരുന്നില്ലേ? ശങ്കേഴ്സ് ലാബിലും ഇല്ല, അതെനിക്കില്ല. കാരണം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ ഇവർ കൊടുത്ത ഡീറ്റെയിൽസ്, ഇവർ കൊടുത്ത പരാതിയോടൊപ്പമുള്ള കോപ്പിയിലുള്ള സ്കാൻ റിപ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ 5ാമത്തെ അനോമലി സ്കാൻ WNC ഹോസ്പിറ്റൽ ആലപ്പുഴ എന്നാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അനോമലി സ്കാൻ നമ്മുടെ OPയിൽ വരുന്ന പേഷ്യൻസിന് അതുവഴി കൊടുക്കുന്നുണ്ട്. അതായിരിക്കും ഇത്തരത്തിൽ ഗൗരവമായി പരിശോധിക്കാതെ റേഡിയോളജിസ്റ്റിന്റെ സാന്നിധ്യമില്ലാതെ നല്ല റിപ്പോർട്ട് തരാത്ത ഒരു ലാബിനെ നമ്മൾ എങ്ങനെയാണ് ആശുപത്രി പാനൽ ചെയ്യുന്നത്? സാറേ, എനിക്കൊരു കാര്യം ഷേർലി മാഡത്തോട് ചോദിക്കാനുണ്ട്. ഒരു കാര്യം ഷേർലി മാഡത്തോട് ചോദിക്കാനുണ്ട് സാർ. അതിനൊരു അവസരം. നിലവില് എന്റെ വൈഫിനെ 30-ാം തീയതി അഡ്മിറ്റ് ആക്കി 30-ാം തീയതി അഡ്മിറ്റ് ആക്കിയിട്ട് മാഡം 1-ാം തീയതി എന്റെ വൈഫിനെ സ്കാൻ ചെയ്യാൻ വിട്ടോ? 1-ാം തീയതി പിറ്റേ ദിവസം വിട്ടു. ആ സ്കാനിങ് ചെയ്തിട്ട് പോലും ഇതിനെ കുറിച്ചൊരു മെൻഷൻ ഇല്ലായിരുന്ന മാഡം. ഇല്ല, ആ റിപ്പോർട്ട് നിങ്ങളൊരു എക്സ്പെർട്ടിനെ കാണിക്കൂ. കാണിക്കുമ്പോൾ അതിനകത്ത് പറയൂ. അതിനകത്ത് എന്തെങ്കിലും ഞാൻ എക്സ്പെർട്ടിനെ കാണിക്കണം മാഡം. ഞാൻ മാഡത്തെ വിശ്വസിച്ചിരിക്കുക. അനീഷ് ഡോക്ടർ പറയുന്നു, ഡോക്ടർ ഗൈനക് ഡോക്ടറാണ്, ഒരു റേഡിയോളജിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഡോക്ടർക്ക് ഈ സ്കാൻ ഇമേജ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടാലന്റ് ഇല്ല, അത് ട്രെയിനിങ് കിട്ടിയിട്ടില്ല ഡോക്ടർക്ക്. ശരി, അത്രയും നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ട് സമ്മതിക്കും. പക്ഷെ ഡോക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംശയം, പിന്നെ എന്തിനാണ് ഡോക്ടർ അത് നോക്കി ഡോക്ടർ ചികിത്സിക്കുന്നത്? അല്ല അനീഷ് നോക്കൂ, അനീഷ് ഇതിനകത്ത് വീഴ്ച സംഭവിച്ചത് വ്യക്തമാണ്. ഡോക്ടർ ഷേർലി, ശരി, അപ്പൊ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ശങ്കേഴ്സിലെ റേഡിയോളജിസ്റ്റ് ഇത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാതെ ഒരു റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ടാണ് ഡോക്ടർ പരിശോധിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്റെ ചോദ്യം, ഡോക്ടർ, അങ്ങനെ റേഡിയോളജിസ്റ്റ് ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഒരു ലാബിനെ എന്തിനാണ് ഈ ആശുപത്രി പാനൽ ചെയ്ത് ഈ പേഷ്യന്റിനെ സജസ്റ്റ് ചെയ്യുന്നത്? അത് ഞങ്ങളല്ലല്ലോ, അത് പാനൽ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ ഉള്ളത് എന്താണ് എന്നത്. ഇപ്പൊ ഡോക്ടർ ഷേർലി ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് റിപ്പോർട്ട് വായിക്കാനേ കഴിയൂ, അതിനുള്ളിൽ അനോമലീസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. കാര്യം എല്ലാ ഗൈനക്കോളജിസ്റ്റും അങ്ങനെയാണ്. അനീഷ് നോക്കൂ, അനീഷ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് അനീഷിന്റെ മാത്രം വിഷയമല്ല. ഡോക്ടർ പറഞ്ഞതുപോലെ ആ റേഡിയോളജിസ്റ്റ് ഇല്ലാത്ത, കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റാത്ത, വീഴ്ച സംഭവിക്കുന്ന ഒരു ലാബിനെയാണ് ഈ ആശുപത്രി പാനൽ ചെയ്തിരിക്കുന്നത്. അനീഷ്, അവിടെയാണ് നിങ്ങൾക്കും ആശുപത്രിക്കും വീഴ്ച പറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറേ. അപ്പൊ ഡോക്ടർ ഷേർലി, ഇനി ഇതിന്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കേണ്ടി വരും? റിസപ്ഷനിൽ ചെല്ലുന്നു, ചെയ്തിട്ട് കൊടുക്കുന്നു. ഡോക്ടർ ഷേർലി, ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഇനി ഈ ചികിത്സ ഇനി ആര് ഏറ്റെടുക്കണം? ഇല്ല, ഇപ്പൊ അല്ല, അതിന്റെ എക്സ്പേർട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് ഉണ്ട്, പോലീസ് കേസാണ്, ക്രിമിനൽ കേസ് പോലീസിൽ കംപ്ലൈന്റ് ഉണ്ട്, FIR ഇട്ട കേസാണ്.
അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ പ്രോപ്പർ വേയിൽ പോട്ടെ, അത്രേ ഉള്ളൂ. അല്ല ഞാൻ എന്താ പറയാ, റേറ്റ് ചെയ്ത ഡോക്ടർക്ക് ഞാനെന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണ്ടുന്ന കെയർ എല്ലാം കൊടുത്തിട്ടുണ്ടോ. പക്ഷേ ഷെറിമ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുഞ്ഞിനുമായിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. അതെ, കുഞ്ഞുമായിട്ട് ജീവിക്കേണ്ടി വരുന്ന അനീഷിന്റെയും സുറുമിയുടെ അവസ്ഥയൊന്ന് ഡോക്ടർ ആലോചിച്ച് നോക്കൂ.